അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അസീന റോയി ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അസീന റോയിയെ തികച്ച സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളും. യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ സ്നേഹവന്ദനം. അരോമ ടി വിയോടൊപ്പം ചേർന്ന് എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ മഹാതരമായ ഫാസ്റ്റിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് അസീന റോയി. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കുടുംബമായി ട്രിവാൻഡ്രത്ത് കോവളം എന്ന സ്ഥലത്ത് കർത്തവയിലായിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഇസ്ലാം കുടുംബത്തിലാണ്. അവിടെ നിന്നാണ് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്വന്തം രക്ഷിതാവായി തിരഞ്ഞെടുത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ടായിരിക്കുന്നത്. ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ ഹെൽത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ ഒരു ബേബിയായി തന്നെയാണ് ജനിച്ചത്. പക്ഷേ 2 വയസ്സുള്ള സമയത്ത് എൻ്റെ കാലുകൾക്ക് തളർച്ച സംഭവിക്കാനിടയായി. പോളിയോ ബാധിച്ച് ഞാൻ കിടക്കയിൽ തന്നെ ആയി പോകുന്നൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ വരെയും എൻ്റെ ദൈവം എന്നെ കൊണ്ടെത്തിച്ചത്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഓരോ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പറഞ്ഞാൽ തന്നെ അത് തീരാത്തതാണ്. 2 വയസ്സ് വരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനിടയായി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് പറയാനിടയായത് ഇങ്ങനെയാണ്: കുട്ടിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനിടയായി. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടേഴ്സ് പറഞ്ഞത് കാരണം തന്നെ എൻ്റെ ബോഡിയിൽ ഇഞ്ചക്ഷൻ എടുത്തു. പക്ഷെ ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ ശരീരം മൊത്തമായിട്ട് പാരലൈസ്ഡ് ആയിപ്പോയി. ഞാൻ കിടക്കയിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയി. എനിക്ക് എൻ്റെ കാലുകളോ കൈകളോ ഒന്നും ചലിപ്പിക്കാൻ കഴിയില്ല. ആ സമയത്താണ് ഞങ്ങൾ അറിഞ്ഞത് ഇതുപോലെ ആ കാലഘട്ടത്തിൽ പോളിയോ വാക്സിൻ എടുത്ത പല കുട്ടികൾക്കും ഇതുപോലുള്ള ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പലരുടെയും ജീവിതത്തിൽ പല തളർച്ചകൾ ശരീരത്തിലുണ്ടായി. കൈകൾക്കോ കാലുകൾക്കോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരുന്നു അവസ്ഥകൾ പോയിരുന്നത്. പക്ഷെ എൻ്റെ ശരീരത്തിൽ ഞാൻ മൊത്തമായി തളർന്നുപോയി. ആ തളർന്ന അവസ്ഥയിൽ നിന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നത് എനിക്ക് എഴുന്നേറ്റ് ഇരിക്കുവാനുള്ളൊരു സാഹചര്യം ദൈവം കൊണ്ടുതന്നു. ഞാൻ ആ സമയങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു ചെയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു മതിലിൻ്റെയോ ഒക്കെ സഹായത്തോടെ ഒന്ന് ചാരി ഇരിക്കുന്നതല്ലാതെ എനിക്ക് ആരുടെയും സഹായമില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ചരിഞ്ഞു വീണു പോകുമായിരുന്നു. അവിടെ നിന്നൊക്കെ ദൈവം എന്നെ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റി ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തു. വൈദ്യൻ്റെ അടുത്തൊക്കെ ചികിത്സ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെ ആ സമയ കാലഘട്ടങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എഴുന്നേറ്റിരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ ആരുടെയും സഹായമില്ലാതെ ഇരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ നടക്കുന്നത് എഴഞ്ഞിട്ടാണ് നടക്കുന്നത്. ഈ കുട്ടികൾ മുട്ടുകാലിൽ എഴുതുന്ന പോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. അവിടെ നിന്നാണ് എനിക്ക് ഞാൻ കൂടുതൽ വീട്ടിൽ തന്നെയാണ്, പുറത്ത് കൂടുതൽ അങ്ങനെ പോകുന്ന ഒരു ആളല്ല. അപ്പോഴേക്കും എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ എത്തി. ഞാൻ വലുതായി വരുന്നു. ഇപ്പോൾ സ്കൂളിലേക്ക് ഒരുപാട് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോയി. പക്ഷെ പലയിടത്തുനിന്നും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുചെന്ന് ചേർക്കാൻ എളുപ്പമുള്ളതും വളരെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു കാത്തലിക് സ്കൂളിലാണ് എന്നെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. നഴ്സറി സ്കൂളിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അവിടെയാണ് ജോയിൻ ചെയ്യുന്നത്. ആ സ്കൂളിലേക്ക് പോകുമ്പോഴാണ്, അതൊരു കാത്തലിക് സ്കൂളാണ്, അവിടെ യേശുവിനെ കുറിച്ച് പാട്ട് പാടുന്നു, പ്രാർത്ഥനയുണ്ട്, അസംബ്ലീസ് ഒക്കെ ഉണ്ട്. എല്ലാ ദിവസവും അസംബ്ലിയൊക്കെ ഉള്ളൊരു സ്കൂളാണ്. അവിടെ ചെല്ലുമ്പോൾ നല്ല വലിയൊരു സ്കൂളാണ്. എൻ്റെ മാതാവാണ് എന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. എൻ്റെ ഉമ്മയാണ് എന്നെ കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും, സ്കൂളിൽ കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. വരുന്ന സമയത്തും അത് തന്നെ ഉമ്മ വെയിറ്റ് ചെയ്തിരുന്ന് എന്നെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്കൂൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ പ്രാർത്ഥന, അവിടുത്തെ അന്തരീക്ഷം, യേശുവിനെ കുറിച്ചുള്ള സംസാരങ്ങൾ, അതൊക്കെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. പക്ഷേ അസംബ്ലീസിലൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഇസ്ലാം കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. അസംബ്ലീസിന് പോകണം, പക്ഷെ എല്ലാ ദിവസവും അവിടെ പ്രാർത്ഥന ക്രമീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും വിഷയമില്ല, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല.
പക്ഷെ എനിക്ക് ആ പ്രാർത്ഥനയൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആ ഇഷ്ടം ഇങ്ങനെ യേശു അപ്പം അറിയില്ല ഇതെന്താണ്, എങ്ങനെയാണ് ദൈവം, യേശു ദൈവമാണോ, അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഒരു അറിവില്ല. പക്ഷെ യേശു എന്നൊരു പേര് കേൾക്കുന്നുണ്ട്. അവിടെ ഒരു ഇങ്ങനെ കുഞ്ഞൊരു ഉണ്ണിയേശുവിൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയത്തില്ല അതെന്താണെന്നൊക്കെ. അപ്പോൾ ആരും കാണാതെ ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ₹1 കോയിനൊക്കെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യും അവർ. സെമിനാറിന് പോകാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം കാരണം ഞാൻ ആരോടും, എൻ്റെ കൂട്ടുകാരോടോ അല്ലെ ആരോടും പറയാണ്ട് ഞാനിങ്ങനെ പോകും. അപ്പം ഞങ്ങൾ ക്ലാസ്സിൽ പോകേണ്ട കാര്യമില്ല, എന്നാലും ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ സ്കൂളിൽ പോകും. പോയിട്ട് ഈ തറയിൽ കൂടി ഇഴഞ്ഞാ പോകുന്നത്. അപ്പോൾ കുറേ കല്ലും മുള്ളും ഒക്കെ ഇങ്ങനെ വീണ് കിടക്കും. കുഞ്ഞു കുഞ്ഞ് ചില്ലകളൊക്കെ വീണിട്ട് കാലിലൊക്കെ ഇങ്ങനെ കുത്തി കയറും. എന്നാൽ അതൊന്നും വലിയ വിഷയമാക്കാതെ സെമിനാറിൽ പോയിരുന്ന അവിടുത്തെ പാട്ടിലും ആലോചനകളൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നു സ്കൂളിൽ കാലഘട്ടം മൊത്തം പോയത്. ആ സമയത്തൊക്കെ യേശുവിനെ കുറിച്ചൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ബൈബിളൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പം ഞങ്ങളൊന്നും അങ്ങനെ വായിക്കാൻ കൂട്ടാക്കാറില്ല. കിട്ടുന്നതൊക്കെ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ പിന്നീട് ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം എൻ്റെ ദൈവം കൊണ്ടുവരുമെന്ന്. ഒരു ചിന്ത ആ സമയത്ത് പോകുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞു, കോളേജിലൊക്കെ പോയപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ മാറി. ആ ഒരു ചിന്തയൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോകുന്നു. വളരെ സന്തോഷമുള്ളൊരു കുടുംബം, നല്ല മാതാപിതാക്കളെയാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ വൈകല്യത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ ചൊല്ലി സ്വയം പഴിക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ല മാതാപിതാക്കൾ. നല്ല രീതിയിൽ എന്നെ വളർത്തുന്നു, നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ വലുതായി വരുന്തോറും എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി എൻ്റെ ഭാവിയാണ്. മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കൊണ്ടുപോകും, ആരുടെ ഒപ്പം, ആരെന്നെ നോക്കും, മാതാപിതാക്കൾ ഇല്ലാത്തൊരു കാലഘട്ടം വന്നാൽ ആര് കുട്ടിയെ നോക്കും എന്നുള്ള പല ചർച്ചകൾ, സംസാരങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പോഴൊന്നും ഇതിനെക്കുറിച്ചൊരു ബോധമല്ല, വേദന ഒന്നും തന്നെ എനിക്കില്ല. ഞാൻ വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പലരും ഇങ്ങനെ വിവാഹത്തെക്കുറിച്ച്, എൻ്റെ പ്രായം കൂടി, ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ പ്രായം കൂടുതലാകുന്നു, വിവാഹം നടക്കുന്നില്ല, ഒന്ന് നോക്കിക്കൂടെ ആരെങ്കിലും എന്നൊക്കെ നോക്കുന്നു. അപ്പോൾ എൻ്റെ പരിചയമുള്ളവരും എൻ്റെ വീട്ടിൽ പരിചയമുള്ളവരൊക്കെ കുറേ വിവാഹാലോചനകളൊക്കെ നോക്കുന്നു. ഒന്നും തന്നെ അങ്ങനെ ശരിയാകില്ല. പലരും എന്നോട് എന്നെ കാണുമ്പോൾ പറയുന്നത് നടക്കാൻ കഴിയാത്തതാണല്ലോ, അതുകൊണ്ട് വിവാഹം നടക്കുക ബുദ്ധിമുട്ടാണ്, ഒന്ന് ചെവി കേൾക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ സംസാരിക്കാത്ത ആരെങ്കിലും അങ്ങനെ ഒരു കുഴപ്പമായിരുന്നെങ്കിൽ കുഴപ്പമില്ല, വിവാഹം നടക്കും, ഇതിപ്പോൾ ശാരീരിക വൈകല്യമല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ ആ ആ ഒരു കാറ്റഗറിയിലോട്ട് പോയപ്പോൾ ഞാനും ചിന്തിച്ചു തുടങ്ങി, ഇനി ഞാനൊരു വേദനയായല്ലോ എൻ്റെ വീട്ടിൽ, എല്ലാവരും എന്നെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു സങ്കടത്തിൽ ഞാനിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ മാതാപിതാക്കളൊക്കെ പുറത്ത് പോകുമ്പോഴും എന്നോട് കൂടുതൽ ഞാൻ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ളത് എൻ്റെ വാപ്പുമ്മയാണ്, അതായത് എൻ്റെ വാപ്പയുടെ ഉമ്മയാണ്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചുള്ളവരാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കുറച്ച് കൂടുതൽ അടുപ്പമുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം സംഭവിച്ചപ്പോൾ എൻ്റെ വാപ്പുമ്മയുടെ ഒരു മരണം സംഭവിച്ചു. അപ്പോൾ അത് ഞാൻ ഭയങ്കര ഷോക്കായി ആ മരണം. അത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മൾ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാകും. അതുപോലെ തന്നെ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരം വരുന്നു, എൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അതൊക്കെ. അത് വളരെ ഭാരം തോന്നി ഹൃദയത്തിൽ. അത് ഭാരം തോന്നിയിട്ട് ഞാൻ എല്ലാ ദിവസവും ചിന്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതം എന്താകും. ഞാനൊരു ഡിപ്രഷനിലോട്ട് പോകുന്നു. എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഞാൻ വളരെ വേദനയിൽ പോകുന്നു അവർക്ക് ആർക്കും അറിയില്ല. ഞാൻ ആരോടും എൻ്റെ വേദനകൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഞാൻ വളരെ ടെൻഷനിലാണ്, ഞാൻ മാനസികമായിട്ട് തളർന്നുകൊണ്ടേയിരിക്കുന്നു. BP ഒക്കെ കൂടുന്നു, ചെറിയ പ്രായമാണെങ്കിലും BP പേഷ്യൻ്റായി. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ തന്നെ തലകറക്കം, വൊമിറ്റിങ്, അങ്ങനെ BP-യുടെ കുറേ പ്രശ്നങ്ങൾ. ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. അവിടെയുള്ള മിക്ക ഹോസ്പിറ്റലിലും എനിക്ക് രാവിലെ ചെല്ലുന്നു, ഞാൻ മെഡിസിനൊക്കെ എടുത്ത് ട്രിപ്പ് ഇട്ട് കിടക്കുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയാണ് എൻ്റെ ലൈഫ് റൊട്ടീൻ പോയിക്കൊണ്ടിരുന്നത്. ആഹാരം ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല, വളരെ ടെൻഷൻ, നെഞ്ചിനകത്ത് വലിയൊരു ഭാരം, ആരോട് പറയണമെന്നറിയില്ല. അപ്പോൾ എൻ്റെ വിവാഹം എന്നതിലുപരി ഞാൻ ആർക്കെങ്കിലും ഒരു ഭാരമാകുമോ, എൻ്റെ ജീവിതം കാരണം മറ്റൊരാൾ വേദനിക്കാൻ ഇടയാകുമോ എന്നുള്ളതാണ് എൻ്റെ പ്രയാസമായിരുന്നത്. ആ സമയങ്ങളിൽ ഞാൻ എല്ലാ രാത്രി സമയങ്ങളിലും എല്ലാവരും ഉറങ്ങുമ്പോഴും ഞാൻ എൻ്റെ റൂമിനകത്തിരുന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഞാൻ ഇങ്ങനെ സംസാരിക്കും, എന്നെ സൃഷ്ടിച്ചവനോട് ഞാൻ സംസാരിക്കും. പടച്ചവനെ എന്ന് വിളിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറ്. പടച്ചവനെ, എൻ്റെ ജീവിതം എങ്ങനെ പോകും, എൻ്റെ അവസ്ഥയ്ക്ക് എന്താണ് മാറ്റം വരുന്നത്, എങ്ങനെ സംഭവിക്കുമെന്നൊക്കെ ഉള്ള ഒരു ചിന്ത എന്നെ വളരെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയ കാലഘട്ടങ്ങളിലാണ് എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ +2 ഒരുമിച്ച് പഠിച്ചവരാണ്. അദ്ദേഹം ഒരു വിശ്വാസ കുടുംബത്തിലാണ്, ഒരു മിഷണറിയാണ്, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. പക്ഷേ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ യേശു എന്നൊരു ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നീ ഒന്ന് പ്രാർത്ഥിക്കൂ എന്നോ പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സുവിശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഒരാൾക്ക് ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ദൈവത്തെ ആവശ്യം വരുമ്പോൾ കൃത്യസമയത്ത് അതിൻ്റെ മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കുകയും അത് അറിയുവാനുള്ള സാഹചര്യങ്ങൾ, അനുഭവം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരികയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അദ്ദേഹം എന്നോട് എൻ്റെ അവസ്ഥകൾ അറിഞ്ഞിട്ട്, എൻ്റെ വാപ്പുമ്മയുടെ മരണമൊക്കെ അറിഞ്ഞിട്ട് അതിന് സമാധാനം പറയുവാൻ, അല്ലെങ്കിൽ ഒരു സമാധാന വാക്ക് പറയുവാൻ എന്നെ വിളിച്ചതാണ്. അപ്പോൾ എൻ്റെ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസത്തിൽ കൂടെ ഞാൻ പോകുന്നു, ഒരു ഡിപ്രഷനിലോട്ട് പോകുന്നു, ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: യേശു എന്നൊരു ദൈവമുണ്ട്, മനസ്സുണ്ടെങ്കിൽ ഒന്ന് വിശ്വസിക്കൂ, ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും വളരെ തമാശയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ കുടുംബത്തിനകത്ത്, എൻ്റെ വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നതും അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ കൂടുതൽ അനുഷ്ഠിക്കുന്നതൊക്കെ ഞാനാണ്. എപ്പോഴും നമസ്കാരവും അതുപോലെ ഖുർആൻ പാരായണം അങ്ങനത്തെ ഒരു ലെവലിൽ പോകുന്ന ഒരാൾ ഞാനാണ്. അതിൽ നിന്ന് കിട്ടാത്ത സമാധാനം എനിക്ക് കിട്ടത്തില്ല എന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അദ്ദേഹത്തോട് ഞാൻ തർക്കിച്ചു. പിന്നീട് അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോഴും യേശു എന്നൊരു ദൈവമുണ്ട്, വേറെ ഒന്നും ചെയ്യണ്ട, ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ, ദൈവം മാറ്റം തരും, ജീവിതത്തിൽ അവസ്ഥകൾക്ക് മാറ്റം തരും. ദൈവം പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞത് എൻ്റെ സമാധാനം ഈ ലോകത്ത് തന്നേച്ചു പോകുന്നതാണ്, ആ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കാൻ ഇടയായില്ല. വീണ്ടും തുടർന്ന് എൻ്റെ ജീവിതങ്ങൾ അതേ അവസ്ഥയിൽ തന്നെ പോകുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം രാത്രി, എല്ലാ ദിവസവും എൻ്റെ രാത്രികൾ എന്ന് പറയുന്നത് ഞാൻ പടച്ചവനോട് കരയുകയാണ്, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഇനിയൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ, ഞാൻ ആർക്കെങ്കിലും ഒരു ഭാരമാകുമോ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമമായിരുന്നത്. ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ പടച്ചവനെ എന്ന് വിളിച്ച് സംസാരിച്ചു നിന്നപ്പോൾ ഞാൻ എൻ്റെ നാവ് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, യേശു എന്നൊരു ദൈവമുണ്ടോ? അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുമോ, ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ എന്ന് ഞാൻ ഇന്ന് സംസാരിച്ചു. പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. യേശു അപ്പോഴും ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. യേശു എന്നൊരു ദൈവം ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. BP കാരണം എനിക്ക് ഉറക്കമില്ല. ഞാൻ ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളാവുന്നു, നന്നായിട്ട് ഉറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. ഈ യേശുവിനോട് സംസാരിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്നത്, ഞാൻ ഉറങ്ങി അന്നത്തെ ദിവസം സമാധാനമായി, ടാബ്ലറ്റ്സ് ഒന്നും തന്നെ എടുക്കാതെ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ ആശ്രയിക്കാതെ ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് എന്തോ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലത്തെ ഒരു മാനസിക മാറ്റത്തിലാണ്. അപ്പം ഞാൻ എഴുന്നേൽക്കുന്നത് പോലും യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു മാറ്റം എനിക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഞാൻ ആ സമയം കണ്ടെത്തി സംസാരിക്കും, യേശുവിനോട് സംസാരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എൻ്റെ അപ്പനോടോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നത് പോലെ എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ വേദനകളൊക്കെ ഞാൻ സംസാരിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, ഈ റൂമിനകത്ത് രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ സാന്ത്വനിപ്പിക്കാൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു സാന്നിധ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ, ഭാരങ്ങൾ കുറഞ്ഞു, എൻ്റെ BP പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു. ഞാൻ പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്ന് BP അസുഖം പറഞ്ഞ് മെഡിസിൻ എടുക്കാൻ ഇടയായില്ല, നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട്, എൻ്റെ ലൈഫ് ചേഞ്ച് ആയി തുടങ്ങി. അപ്പോൾ എനിക്ക് ഉള്ളുകൊണ്ട് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ കൂടുതൽ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എൻ്റെ കയ്യിൽ ബൈബിളില്ല. ഞാൻ എന്നോട് സുവിശേഷം പറഞ്ഞ അദ്ദേഹത്തോട് തന്നെ സംസാരിക്കുമ്പോൾ യേശുവിനെ കൂടുതൽ സംസാരിക്കണം, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊരു ആവേശമായിരുന്നു. കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കാനൊക്കെ ഒരു ഇഷ്ടമായിരുന്നു. അങ്ങനെ സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. അതൊക്കെ വളരെ ആശ്വാസമായി. എല്ലാ ദിവസവും പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമല്ലോ, ഒരിക്കലും വിഷമിക്കില്ല. അപ്പോൾ ദൈവം എന്നോട് ആദ്യമായി ഇടപെട്ട ഒരു വചനമാണ്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്മേൽ. ആ വചനം എന്നോട് ഇടപെട്ടപ്പോൾ വളരെ ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ എനിക്കുണ്ടായി. എനിക്ക് മനസ്സിലായി, ആരില്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ നമ്മളെ സഹായിച്ചില്ലെങ്കിലും, ആരുടെ മുഖത്തോട്ട് നോക്കിയില്ലെങ്കിലും ദൈവത്തോട് നോക്കിയാൽ ദൈവം എനിക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുമെന്നൊരു ഉറച്ച തീരുമാനം എൻ്റെ ഹൃദയത്തിൽ വന്നു. കുറച്ച് കൂടുതൽ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു. ആ സമയങ്ങളിലൊക്കെ ഈ ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ മുസ്ലിം ക്രിസ്ത്യൻ സംവാദ ഗ്രൂപ്പുകളിലൊക്കെ എന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിനകത്തൊക്കെ ചെയ്ത് ഞാൻ യേശു ദൈവമല്ല, ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയെന്നൊക്കെ വാദിച്ച് കുറേ നാളുകൾ പോയൊരു വ്യക്തിയാണ്. അതിൽ നിന്നാണ് ദൈവം എന്നെ ഇങ്ങനൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നത്, എനിക്ക് സ്നാനപ്പെടണമെന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നുകൊണ്ടേയിരുന്നു. സ്നാനത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞപ്പോൾ ഞാനപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സ്നാനം എന്ന് പറയുന്ന ഒരു തമാശയോ അല്ലെങ്കിൽ എടുത്തു ചാടി ചെയ്യേണ്ട ഒരു തീരുമാനമല്ല, അത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വഴി ദൈവം തുറന്നു തരുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിച്ചു, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എനിക്ക് ദൈവത്തോട് ചേരണം,
ആ സ്നാനം എന്നൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് വെച്ചാൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ വാട്സപ്പിനകത്ത് ഈ സംവാദ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള കുറേ ആൻറ്റിമാരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഒരുക്കി നിർത്തി. വലിയൊരു പ്രാർത്ഥന അന്തരീക്ഷം എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ഞാൻ അറിയാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ സംസാരിച്ചിട്ടില്ലാത്തവർ പോലും എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഒരുക്കി നിർത്തി. അങ്ങനെ ഒരു ദിവസം സ്നാനത്തിന് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. ദൈവം തന്നെ ഒരു ഡേറ്റ് തീരുമാനിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്നാനക്കളവിലേക്ക് കുളത്തിലേക്ക് പോയപ്പോൾ അടുത്തൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാൻ എങ്ങനെ സ്നാനപ്പെടും? എൻ്റെ കാലുകൾക്ക് ബലമില്ല. ഞാൻ എങ്ങനെ ആ സ്നാനക്കുളത്തിലോട്ട് ഇറങ്ങി പോകുമെന്നൊരു ചിന്ത എൻ്റെ അവിടെയുള്ള എല്ലാവർക്കും ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എങ്ങനെ ഈ കുട്ടി ഇറങ്ങും? തനിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോയി സ്നാനപ്പെടുത്താമെന്ന് വിചാരിച്ചാലും അത് പോസിബിൾ അല്ല. കാരണം വീൽ ചെയർ വെച്ചിട്ട് വെയിറ്റ് ഉള്ളതാണ്. അതിന് വില്ലിങ് ആയിട്ട് രണ്ടുപേര് വരണം. അപ്പോഴാണ് ഞാൻ കോവളം ചർച്ചിൽ വെച്ചിട്ടാണ് സ്നാനപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ഇപ്പോൾ ജീവനോടെല്ലാം അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ വളരെ മാനിക്കുന്ന, എൻ്റെ സഹോദര തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരെ എന്നെ താങ്ങിയ, എന്നെ വചനം പഠിപ്പിക്കുന്നതിൽ വളരെയധികം കൈത്താങ്ങിയ ഒരാൾ കൂടിയാണ്. എൻ്റെ ഭർത്താവാണ് ആദ്യമായിട്ട് എനിക്ക് വചനമൊക്കെ കൂടുതൽ പഠിപ്പിച്ച് തന്നതെങ്കിലും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് എൻ്റെ ഒരു ഗുരു എന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2 കിഡ്നി ഫെയിലായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ വെയിറ്റുകൾ എടുക്കുവാനോ അല്ലെങ്കിൽ ആയാസപ്പെട്ട ഒരു ജോലി ചെയ്യാൻ കഴിയത്തില്ല. എപ്പോഴും ബോഡി കംപ്ലൈൻറ്റ് ഇങ്ങനെ വന്ന് ഹോസ്പിറ്റലാകുന്ന ഒരാളാണ്. ഈ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പോലും ദൈവ രാജ്യത്തിന് വേണ്ടി വളരെ അധ്വാനിച്ച നല്ലൊരു അഭിഷിക്തനാണ്. അപ്പോൾ അദ്ദേഹവും എൻ്റെ ഭർത്താവും ഇപ്പോൾ റോയ് സാമുൽ എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. അദ്ദേഹവുമാണ് മുന്നോട്ട് വന്നിട്ട് എന്നെ ഒരു ചെയറിൽ ഇരുത്തിയിട്ട് രണ്ടുപേരും 2 ഭാഗങ്ങളിൽ പിടിച്ച് എന്നെ കുളത്തിലോട്ട് ഇറക്കി എൻ്റെ ആത്മീയ പിതാവ് എന്നെ സ്നാനപ്പെടുത്തിയത്. വളരെ സന്തോഷവും വളരെ പ്രൗഡായിട്ട് ഞാനിപ്പോൾ പറയുന്നു. അത്തരം ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ആരും അറിയാത്ത അല്ലെങ്കിൽ ഒന്നും ആയിപ്പെടാത്ത, ജീവിതത്തിൽ ഒന്നും നേടില്ല, ജീവിതം വലിയൊരു ശാപമാണ് ഞാൻ, അല്ലെങ്കിൽ ഞാനൊരു ഭാരമാണെന്ന് ചിന്തിച്ച സ്ഥാനത്ത് നിന്നാണ് എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നത്. തനിയെ നടന്നുപോയി ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഉപയോഗിച്ച് ആ ഒരു അവസരത്തെ ഒന്ന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സ്നാനം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അവിടെ പോയപ്പോഴും പിന്നെ നമ്മൾ പ്രാർത്ഥനയിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ദൈവം അവിടെ എത്തുകയും എന്നെ വളരെ നന്നായി തന്നെ സൂക്ഷിച്ചു. ഒരു ദോഷവും എനിക്ക് സംഭവിക്കാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ ജാഗരിച്ചിരുന്നു. അപ്പോഴും എൻ്റെ ഭാവി ഒരു പ്രശ്നമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരും എൻ്റെ ഭാവിക്ക് വേണ്ടി നല്ലൊരു ഭാവി ഉണ്ടാകണം, എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചവരാണ്. അങ്ങനെ ദിവസങ്ങൾ പോകുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ആദ്യമായി എന്നോട് സുവിശേഷം പറഞ്ഞ അദ്ദേഹം ഞങ്ങൾ സൂമിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഈ സൂമൊക്കെ ഓപ്പണായി. അപ്പോൾ അതുവഴി എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊക്കെ ദൈവം അവസരം തന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ മൊബൈലിൽ ഇരുന്നിട്ടാണ് ഞാൻ സൂമിൽ കയറുന്നത്. അപ്പോൾ വീഡിയോ ഒന്നും ഓൺ ചെയ്യാൻ പറ്റത്തില്ല കൂടുതലും. ഞാനിങ്ങനെ പാട്ട് കേൾക്കുന്നത് പോലെയൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. ആരെങ്കിലും ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് അത് ഓഫ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ. എങ്കിലും ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ആ കൊറോണ വന്ന് എല്ലാവരും വീട്ടിനകത്ത് സ്റ്റക്കായി പോയത് എനിക്ക് വേണ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സൂമിൽ കൂടുതൽ ആക്റ്റീവ് ആവാനും ഇങ്ങനെ ഒരാളുണ്ടെന്നും വിശ്വാസത്തിലാണെന്നും ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പലരെയും ദൈവം നിയോഗിച്ചത് അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാലഘട്ടങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനും ഉണ്ട്, അതുപോലെ തന്നെ റോയ് സാമുൽ എൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹവും ആ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അതിൽ വന്നൊരു അഭിഷിക്തൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ചൊല്ലിയിട്ട് ഒരു ആലോചന പറഞ്ഞു. നിങ്ങളുടെ ഒരു വിവാഹ ശുശ്രൂഷ ദൈവാത്മാവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വളരെ ആശ്ചര്യമായിരുന്നു. ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം എൻ്റെ ഒത്തിരി ആൻറ്റിമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. വളരെ സന്തോഷം അവർക്ക് തോന്നി. ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു മറുപടി, ദൈവം ഒരാളുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് ആര് തന്നെ തടുത്താലും അത് നടക്കും. അല്ല ഇപ്പം ഞാനത് തന്നെ അത് വേണമെന്ന് വാശി പിടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വാശി പിടിക്കുന്നത് കൊണ്ടോ അർത്ഥമില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഒരു തടസ്സവും കൂടാതെ നടക്കും. ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. അപ്പോൾ അതിനുശേഷം പലരും ഞങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്നോണം ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോം അറ്റൻഡ് ചെയ്ത് ഒരു 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ മാരേജ് നടക്കുന്നത്. അതുവരെയും സമാധാനമായിരുന്നു, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. ബാക്കി കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിവാഹം നടത്താമെന്ന് തന്നെ തീരുമാനിച്ചു. ഞാൻ സ്നാനപ്പെട്ട ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ അവരെല്ലാവരും കൂടി തീരുമാനമെടുത്ത പ്രകാരം
പ്രകാശമാന പാസ്റ്ററുണ്ട്, അദ്ദേഹം മരിച്ചുപോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഒക്കെ തീരുമാനത്തിൽ ഞങ്ങളുടെ വിവാഹം നടത്തണമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ പാരൻസും കൂടി ഉൾപ്പെടേണ്ട വിഷയമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ പാരൻസിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ദൈവാത്മാവ് ഇങ്ങനെ ഒരു ആലോചന തന്നിട്ടുണ്ട്, ആ പെൺകുട്ടി വളരെ പ്രയാസത്തോടെ ആയിരിക്കുന്നു, നടക്കാൻ കഴിയാത്തതാണ്, എന്നെ അവർക്ക് അറിയുന്നതുമാണ്. അപ്പോൾ ഈ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവാത്മാവ് ഇങ്ങനെ ഒരു ആലോചനയും കൂടി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പറഞ്ഞത്, നീ ഒരു മിഷണറി ആണല്ലോ, നീ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ചെന്ന് ദൈവവേലയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ നടക്കാൻ കഴിയാത്ത ഇങ്ങനൊരു ബലഹീനതയുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ആ സുവിശേഷ വേലയ്ക്ക് ഇനി എങ്ങനെ പോകും? ഇതോടുകൂടി നിന്റെ സുവിശേഷ വേല നീ നിർത്തുകയാണോ? അതോ ഈ ബലഹീനമായ കുട്ടിയെ നീ എടുത്തുകൊണ്ട് പോവോ, ചുമന്നുകൊണ്ട് നടക്കുമോ എന്നുള്ളൊരു രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആരെതിർത്താലും നടക്കും, ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പറഞ്ഞു, ശരി, നിനക്ക് അങ്ങനൊരു താല്പര്യമുണ്ടെങ്കിൽ ആ വിവാഹം നടക്കട്ടെ, പക്ഷേ ഞങ്ങൾ ആരും നിങ്ങളോടൊപ്പം സഹകരിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ഈ വിവാഹ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർ വളരെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ചെയ്തത്. ഒരിക്കലും നടക്കത്തില്ല, കാരണം ഇതൊരു ഒരു എന്താ പറയുക, ഇസ്ലാമിലോട്ട് വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഈ വിവാഹം നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല, എനിക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് വെച്ചിട്ട് സമാധാനമായിട്ടിരുന്നു. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോയി, വളരെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അതിനൊക്കെ ദൈവം നേരിടാനുള്ള ധൈര്യവും ബലവും എനിക്ക് തന്നു. ഞാൻ ആരോടും കയർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആരോടും അങ്ങനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഒരു സമാധാനത്തോടെ നിന്ന് കാര്യങ്ങൾ നോക്കിക്കാണാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ജൂലൈ 30 ഞങ്ങളുടെ വിവാഹം ചർച്ച മുഖാന്തരം ഉറപ്പിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എനിക്ക് വേണ്ടി ആരൊക്കെയാണ് വിവാഹത്തിന് വേണ്ടി ഓടി നടന്ന് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ജൂലൈ 30 10:30 വിവാഹ ശുശ്രൂഷ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. ഞാൻ അവിടെ നിന്ന് എങ്ങനെ പുറത്ത് വരുമെന്നും അറിയില്ല. അതിനൊക്കെ വലിയൊരു പ്രാർത്ഥനാ കവചം തക്ക സമയത്ത് ദൂതന്മാരെ അയച്ചിട്ട് ദൈവം എനിക്ക് വേണ്ടുന്ന എല്ലാ വഴികളെയും തുറന്നു തന്നു. ഞാൻ വിവാഹ ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്തെത്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വിവാഹമായിരുന്നു. ഞാൻ അപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞത്, എൻ്റെ ഭാവി എന്താകുമെന്ന് ഞാൻ ഭയപ്പെട്ടപ്പോൾ, ഞാൻ ഒരാൾക്കൊരു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ ഈ സൊസൈറ്റിക്കോ ഞാനൊരു ശാപമോ അല്ലെങ്കിൽ ഒരു ഭാരമോ ആകും എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ആരും അവിടെ എത്തിയില്ലെങ്കിലും എൻ്റെ വിവാഹത്തിന് എത്തിയില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് വലിയൊരു സാന്നിധ്യം എൻ്റെ വിവാഹ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ കുടുംബത്തിൽ പ്രവേശിച്ചു. അതിനുവേണ്ടി ആ സഭയും ഞങ്ങളോടൊപ്പം നിന്ന അഭിഷിക്തന്മാരെയൊക്കെ ഞാൻ വളരെയധികം ഞാൻ നന്ദി പറയുന്നു. അവരോട് ഞങ്ങൾക്ക് വേണ്ടി ദൈവം അവരെയൊക്കെ ഒരുക്കി നിർത്തി. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് താമസം മാറുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഭവനമില്ല, ഞങ്ങളുടെ 2 വീട്ടിലും ഞങ്ങൾക്ക് പോകാനും പറ്റത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒരു വാടക വീട് ഞങ്ങളുടെ പാസ്റ്റർ തന്നെ ക്രമീകരിച്ച് നൽകി. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഞങ്ങളുടെ കരങ്ങളിലൊന്നുമില്ല. ദൈവം എൻ്റെ ഒപ്പം എന്ന് വിവാഹം കഴിച്ച ആ പുരുഷനും എൻ്റെ സർവ്വശക്തനായ ദൈവമല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഈ ജീവിതത്തിലേക്ക് തിരിച്ച് ഞാൻ നോക്കി ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒന്നുമില്ല. ഞാനൊരു ശൂന്യതയിൽ കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്, ദൈവത്തിൽ മാത്രം നോക്കിക്കൊണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു ജോലി ഉണ്ടോയെന്നോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. എന്നെ പകുതിയിൽ ഉപേക്ഷിച്ച് പോകുന്നൊരു ദൈവമല്ല. നരച്ചാലും എന്നെ ചുമക്കാമെന്ന് പറഞ്ഞ എൻ്റെ കർത്താവിനെ വിശ്വസിച്ച് ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. ആ വാടക വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ദൈവം തക്ക സമയത്ത് ഒരുക്കി തന്നു. വളരെ സന്തോഷത്തോടെ പോകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി, എനിക്കൊരു തലമുറ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോഴും അവരുടെ ആശങ്കയും എനിക്കൊരു തലമുറ ഉണ്ടാകുമോ, എന്നെ കാണുന്നവരുടെ ആശങ്കയും ഈ പെൺകുട്ടിയിലൊരു തലമുറ ഉണ്ടാകുമോ, നടക്കില്ല, നിങ്ങൾക്കൊരു തലമുറ ഉണ്ടാകില്ല എന്ന് വിധി എഴുതി മാറ്റി നിർത്തപ്പെട്ട സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ വളരെ വളരെ സ്നേഹത്തോടെ എൻ്റെ ദൈവം എന്നോട് ചെയ്ത വലിയൊരു അത്ഭുതം, ഒരു കരുണ തന്നെയാണ്. വിവാഹം കഴിഞ്ഞ് വളരെ വൈകാതെ ദൈവം എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ എനിക്ക് നൽകി. ആ സമയത്ത് എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ദൈവത്തിന് സ്തോത്രം. ആരും സഹായിക്കാനില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പാരൻസ് ഒന്നും ഞങ്ങളോടൊപ്പമല്ല, മറ്റൊരാൾ സഹായിക്കാനില്ല. ഹോസ്പിറ്റലിലൊക്കെ പോയേണ്ടതുണ്ട്. എൻ്റെ ബലഹീനമായ ശരീരത്തിൽ ആ കുഞ്ഞിനെ എത്രത്തോളം സേഫായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇഴഞ്ഞാണ് നടക്കുന്നത്.
വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കും, ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ശാരീരിക അവസ്ഥകൾ ഇങ്ങനെയാണെങ്കിലും എൻ്റെ നട്ടലിന് നല്ലൊരു വളവുണ്ട്. ഞാൻ ഇരുന്ന് ട്രൈ ചെയ്തത് കൊണ്ട് തന്നെ ആ നട്ടല് വളഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ നട്ടലിന് വളരെ വലിയ ബലക്ഷയമുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആ കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ വളരെ സേഫായി ഇരിക്കുമോ എന്നൊക്കെ വളരെ വളരെ ആകുലമായ ചിന്ത ഉണ്ടായിരുന്നു ഹൃദയത്തിൽ. ആ ചിന്തകൾക്ക് ഇങ്ങനെ എന്നെ ഭരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഉറപ്പുണ്ട്, സർവശക്തനായ ദൈവത്തിന് ഈ ശാരീരിക ബലഹീനതയുള്ള എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തരാൻ കഴിയുമെങ്കിൽ അതിനൊരു കുഴപ്പവും ഇല്ലാതെ ഈ ഭൂമിയിൽ എത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവളാണെന്നുള്ള വചനം എന്നെ വളരെയധികം ബലപ്പെടുത്തി ആ സമയങ്ങളിൽ. ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയപ്പോൾ അവിടെയും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. അവരെന്നെ കണ്ടപ്പോൾ ചോദിച്ചത് എന്ത് പറ്റി എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ചികിത്സിക്കാൻ പറ്റില്ല, ഇവിടെ തന്നെ ഡെലിവറി ഒന്നും എടുക്കാൻ കഴിയില്ല എന്നൊക്കെ വളരെ വിഷമിപ്പിക്കുന്ന രീതിയിലാണ് അവരെന്നോട് പറഞ്ഞത്. എങ്കിലും അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ മെഡിസിനൊക്കെ തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 3 മാസത്തോളം ആ ഹോസ്പിറ്റലിൽ ഞാൻ പോയി. അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം 3-ാം മാസം ഞാനിങ്ങനെ ചെക്കപ്പിന് പോകുമ്പോൾ അടുത്ത സൂപ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിലെ പ്രഗ്നൻസി നോക്കുന്നത് ഒരു സൂപ്രണ്ട് ഗൈനക്ക് അവിടെ ഉണ്ടായിരുന്നു. അവരെന്നെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞത് അയ്യോ ഇയാൾ പ്രസവിക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ ശാരീരിക പ്രശ്നങ്ങളിൽ വെച്ച് പ്രസവം നടക്കത്തില്ല, എത്രയും വേഗത്തിൽ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുക, അബോർട്ട് ചെയ്തിട്ട് എന്താണോ കാര്യം അങ്ങനെ തീരുമാനിക്കുന്നു, ഇവിടെ ഈ പ്രസവം എടുക്കാനും കഴിയത്തില്ല, ഈ നിന്റെ ശാരീരിക ബലഹീനതയിൽ ഈ കുട്ടി പ്രസവിക്കാൻ പറ്റില്ല എന്നൊരു വാക്കാണ് അവർ പറഞ്ഞത്. അവിടെ നിന്ന് തന്നെ അവർ പോകാൻ പറഞ്ഞു. എനിക്ക് മെഡിസിൻസ് ഒന്നും തന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അറിയില്ല, ഏത് ഡോക്ടറിനെ കാണണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ വളരെ മാനസികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ദൈവമേ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ട്, അതിനെ സേഫായിട്ട് പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഒരു ഹോസ്പിറ്റൽ, എന്നെ നോക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറിനെ ദൈവം എനിക്ക് കാണിച്ചു തരണം. എനിക്ക് അറിയില്ല എവിടെ പോകണം. ഞാൻ വീണ്ടും കുറേ ദിവസങ്ങൾ ചെക്കപ്പിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ എന്നെ ബൈ ചാൻസ് വിളിക്കാനിടയായി. അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്കൊരു ഡോക്ടറുടെ നമ്പർ തന്നിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു വന്ന് കാണുക, വന്ന് കണ്ടാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ പോയി ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക്. അടുത്ത് പോയി എൻ്റെ ബോഡി കണ്ടീഷൻസ്, എൻ്റെ മുന്നേ ഉള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് കാലുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താ കുഴപ്പം, ഒരു കുഴപ്പവും ഇല്ലല്ലോ, കാലിനല്ലേ വയ്യായികയുള്ളൂ, ഉദരത്തിലൊരു പ്രശ്നവും ഞാൻ കാണുന്നില്ല, ഈ കുഞ്ഞിനെ സേഫായിട്ട് തന്നെ നമുക്ക് പുറത്തു കൊണ്ടുവരാം, ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞ് വലിയൊരു സമാധാനം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കറിയില്ല എന്താണ് ആ സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയ ചിന്തകളെന്ന്. ഞാൻ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി ചെന്നു. ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാനിങ്ങനെ ക്ഷീണിതാവസ്ഥയിലൊക്കെ ആയിരുന്നു. അപ്പോൾ വൊമിറ്റ് ചെയ്ത് കിടക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവാണ് ഒരു കുഞ്ഞിനെ പോലെ എന്നെ പരിചരിച്ചത്. ഞാൻ വൊമിറ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും എന്നെ ശുശ്രൂഷിച്ചതൊക്കെ എൻ്റെ ഭർത്താവാണ്. അങ്ങനെ ഒരു മനസ്സ് എൻ്റെ ദൈവം അദ്ദേഹത്തിന് കൊടുത്തതിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരും ഇല്ലാതെ തള്ളിക്കളഞ്ഞ സ്ഥാനത്താണ് ദൈവം ഇങ്ങനെ ഒരു ഒരു നല്ലൊരു ഭാവി എനിക്ക് തന്നത്. അടുത്ത് ഞാനിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ ശാരീരിക ബലഹീനത ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയണം. അതുപോലെ കറക്റ്റ് ഏജിലല്ല പ്രഗ്നൻസി നടന്നിരിക്കുന്നത്. അപ്പോൾ ആ റിസൾട്ട് വരുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും മോശമായൊരു കാര്യമുണ്ടെങ്കിൽ അത് അബോർട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് നമ്മുടെ യൂട്രസിൽ നിന്ന് തന്നെ ഒരു സിറിഞ്ച് കുത്തി അതിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ വളരെ ഭയപ്പെട്ടു, അയ്യോ അതെങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പേടിച്ചു. ദൈവം പക്ഷെ അതിൽ നിന്നൊക്കെ എന്നെ കാത്ത് സംരക്ഷിച്ചു. അങ്ങനെ ഫ്ലൂയിഡ് എൻ്റെ വയറ്റിൽ നിന്ന് കുത്തിയെടുക്കേണ്ട അവസ്ഥ വന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് കുത്തിയെടുത്താണ് അവർ പരിശോധിച്ചത്. ആ റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. ആ ടൈം വരെയും വളരെ പ്രാർത്ഥനയും ജാഗരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഉറപ്പിച്ചു, എൻ്റെ ദൈവം എനിക്ക് ഒരു ദോഷവും സംഭവിക്കില്ല, ഈ കുഞ്ഞ് സേഫായിട്ട് തന്നെ പുറത്തു വരും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണത്. ആ റിസൾട്ട് വാങ്ങാൻ പോകുമ്പോഴും ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത്
ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഇങ്ങനൊരു കാറ്റഗറി അല്ലെങ്കിൽ ഇങ്ങനൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളുടെ റിസൾട്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് ഇത്. ഒരു കുഴപ്പവും ആ കുഞ്ഞിന് വരാനിടയാകത്തില്ല. എന്തെങ്കിലും സിൻഡ്രോംസ് ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടതാണ്. ആ സ്ഥാനത്ത് ഒരു കുഴപ്പമില്ലാത്ത ഒരു ആക്റ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. ഒരു വലിയ ഹാപ്പിയൊക്കെ ആയിരുന്നു. പിന്നീടുള്ള സമയങ്ങളൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാ ദിവസവും ചെക്കപ്പിന് പോകുമ്പോഴൊക്കെ വളരെ ഹെൽത്തി ആയിരുന്നു. പക്ഷെ എൻ്റെ ബോഡി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഈ വെയിറ്റ് നോക്കുക ബുദ്ധിമുട്ടാണ്. എൻ്റെ ബോഡിയുടെ വെയിറ്റ് ആ വെയിറ്റിംഗ് മെഷീനിൽ കയറി നിന്ന് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രത്തോളം വെയിറ്റ് എനിക്കുണ്ടെന്നോ അതുപരി അതിൽ വെച്ച് എൻ്റെ കുഞ്ഞിന് എത്രത്തോളം വളർച്ചയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസപ്പെട്ടു. സ്കാനിങ് ടൈമിൽ കാണുന്ന ഒരു വളർച്ചയുടെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു ഇച്ചിരി വളർച്ച കുറവ് കാണുന്നുണ്ട്, നന്നായിട്ട് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, രണ്ടുപേരും ഹെൽത്തിയാണ്. പക്ഷെ ഈ പ്രഗ്നൻസി ആകുന്ന സമയം മുതൽ ഞാൻ പ്രസവത്തിന് പോകുന്ന സമയത്തല്ലാണ്ട് ഒരു അസ്വസ്ഥതകളാലോ ശാരീരിക പ്രയാസങ്ങളോ എൻ്റെ ദൈവം എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ദൈവത്തിനറിയാം, ഞങ്ങൾ അവിടെ പോയിരുന്നാൽ ഞങ്ങൾക്ക് കൂടെ ഇരിപ്പാനും ശുശ്രൂഷിപ്പാനും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ഒരു ദിവസം പോലും ആശുപത്രി വാസം എനിക്ക് നൽകിയിട്ടില്ല. ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഞാൻ റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷെ അവിടെ വെച്ച് സംഭവിച്ചത് എൻ്റെ യൂട്രസിൽ നിന്നും കുഞ്ഞിൻ്റെ കുഞ്ഞിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നില്ല. അപ്പോൾ കുഞ്ഞിങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നൊരു കണ്ടീഷനാണ്. അപ്പോഴും ഡോക്ടർ പറഞ്ഞു ഭയപ്പെടേണ്ട, നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്താൽ മതിയാകും എന്നൊരു 2 ദിവസം ഇഞ്ചക്ഷന് വേണ്ടി എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ 8 മാസം കഴിഞ്ഞിരിക്കുകയായിരുന്നു. 8 മാസം കംപ്ലീറ്റ് ആയി 9th എത്തുന്നതേ ഉള്ളൂ, 9th ആയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. 2 ദിവസം അവിടെ വെയിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റൊട്ടീനായിട്ട് സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല. കുഞ്ഞ് വീണ്ടും ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എൻ്റെ യൂട്രസിൽ നിന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ തീരെ എത്തുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇമീഡിയറ്റ്ലി സി സെക്ഷൻ ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ ഞാൻ ചോദിച്ചത് ഒരു പ്രിപ്പറേഷനും ഇല്ല, ഡെലിവറിക്ക് വേണ്ടി ഒരു പ്രിപ്പറേഷനും ഞാൻ ചെയ്തിട്ടില്ല. മാനസികമായിട്ടും എനിക്കത് പെട്ടെന്നൊരു സർജറി എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു നാളെ തന്നെ സിസേറിയൻ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ചെയ്യാം. കുഞ്ഞിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിട്ട് പോകുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ലങ്സിനും ചെറിയൊരു വളർച്ച കുറവ് ഉണ്ട്. അതിന് വേണ്ടി 2-3 ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തു. ഞാൻ എൻ്റെ സി സെക്ഷന് വേണ്ടി പ്രിപ്പയർ ആയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അന്നത്തെ ദിവസം സിസേറിയൻ സമയത്ത് അനസ്തേഷ്യ എടുക്കാമെന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അനസ്തേഷ്യ എടുക്കാൻ വേണ്ടി ഞാൻ അനസ്തേഷ്യനെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ബോഡി കണ്ടീഷനിൽ അനസ്തേഷ്യ നോർമൽ അതായത് ഈ പ്രഗ്നൻസി ടൈമിൽ എടുക്കുന്ന അനസ്തേഷ്യ എനിക്ക് തരാൻ പറ്റത്തില്ല. നട്ടലിൽ ഇഞ്ചക്ഷൻ വെക്കുക എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ എൻ്റെ നട്ടലിന് മുകളിലോട്ടോ താഴോട്ടോ പോകാം, ഏതെങ്കിലും ഒരു ബൈ ചാൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡെലിവറി ബുദ്ധിമുട്ടാകും, കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നോർമൽ അനസ്തേഷ്യയാണ് തന്നത്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനൊരു ബോഡി കണ്ടീഷനുള്ള എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിൽ നോർമൽ അനസ്തേഷ്യ വളരെ റിസ്ക് ആയിരുന്നു. അങ്ങനെ തരിക എന്ന് പറയുമ്പോൾ കുഞ്ഞിനും എന്ത് സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. എങ്കിലും വളരെ ധൈര്യപ്പെട്ട് നോർമൽ അനസ്തേഷ്യ എൻ്റെ വായിക്കൂടിയാണ് അവർ തരുന്നത്. അപ്പോൾ ഇത് തൊണ്ടയൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് എനിക്ക് സംസാരിക്കാനൊന്നും കുറേ നാൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആഫ്റ്റർ ഡെലിവറി. ഡെലിവറി കഴിഞ്ഞു കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ എൻ്റെ കുഞ്ഞ് കരഞ്ഞില്ല. ആദ്യത്തെ 22 സെക്കൻഡ്സ് അവൻ വളരെ സൈലൻ്റ് ആയിരുന്നു. വളരെ പാടുപെട്ടാണ് കുഞ്ഞിനെ പുറത്തെടുത്തതെന്ന് ഡോക്ടർ പിന്നെ പറഞ്ഞു. വയറ്റിൽ നിന്ന് എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്രസ് ഇച്ചിരി ചെറുതായിരുന്നു, വളർച്ച കുറവുണ്ടായിരുന്നു. അപ്പോൾ പുറത്തെടുത്തപ്പോൾ കുഞ്ഞ് കരയാതായപ്പോൾ എല്ലാവരും വളരെ ടെൻഷൻ അടിച്ചു. ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് കുഞ്ഞിനെ കിട്ടിയില്ലല്ലോ, രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ വലിയൊരു കരം അവിടെ ഇറങ്ങി. ഒരു 22 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴേക്കും ആ ഹോസ്പിറ്റൽസിൽ ആ ഡോക്ടേഴ്സിനെ അത്ഭുതപ്പെടുത്തുന്ന പോലെ എൻ്റെ കുഞ്ഞ് ഉറക്കം നിലവിളിച്ച് കരഞ്ഞു. ആ കരച്ചിൽ അവരും വളരെ സന്തോഷമായിരുന്നു. കുഞ്ഞിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതായത് വെയിറ്റ് കുറവായിരുന്നു, വളരെ വെയിറ്റ് കുറവായിരുന്നു. ജനിക്കുന്ന സമയത്ത് മോന് 1,600 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, 1 കിലോയും 600 ഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനെ NICയിലോട്ട് മാറ്റി, എൻ്റെ വേറൊരു വാർഡിലോട്ട് മാറ്റി. അവിടെ നിന്ന് ഞാൻ കുഞ്ഞിനെ കണ്ടില്ല. അപ്പോഴൊന്നും എനിക്ക് ബോധമില്ല. വളരെ വൈകിയാണ് എനിക്ക് ഓർമ്മ തിരികെ വന്നത്. തിരികെ ഓർമ്മ വന്നപ്പോഴും എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. തൊണ്ടയിൽ കഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ചുമയ്ക്കാൻ പാടില്ല എങ്കിലും കഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ശബ്ദമൊക്കെ വളരെ അടഞ്ഞുപോയി. തൊണ്ടയൊക്കെ മുറിവാണ്, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. BP വളരെ ഹൈ ആണ്. അപ്പോൾ BP ഹൈ ആവാൻ പാടില്ല, എങ്കിലും BP ഇങ്ങനെ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യേകമായി അവരെന്നെ നന്നായി നോക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ എനിക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ NICയിൽ കിടത്തുമ്പോഴും കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ മാത്രമേ കൊണ്ടുവരുള്ളൂ. ഫീഡ് ചെയ്യാൻ കൊണ്ടുവരുമ്പോഴും കുഞ്ഞ് ഒരുപാട് നേരം സക്ക് ചെയ്ത് കുടിക്കാൻ പറ്റില്ല, അവന് പാല് കുടിക്കാൻ പറ്റില്ല. അങ്ങനെ കുടിച്ച കുട്ടി പെട്ടെന്ന് ടയേർഡാവും. ടയേർഡായി കഴിയുമ്പോഴേക്കും ഈ അവന് ഇൻസുലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത് മോന്.
ആദ്യം ഇൻസുലിൻ്റെ പ്രശ്നമുള്ളത് എപ്പോഴും നമ്മളതിനെ കവർ ചെയ്ത് വെക്കണം. ഒരു ഇച്ചിരി നേരം തന്നെ ആ തുണി ഒന്ന് മാറിപ്പോയാൽ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ നീലിക്കും, നീല കളറാവും. നീല കളറായി പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതകൾ പെട്ടെന്ന് തന്നെ വരും. അങ്ങനെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സ് വന്ന് കുഞ്ഞിനെ ഇങ്ങനെ ഇൻസുലിൻ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും, കാലിൽ കുത്തി കുത്തി ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവർ ഫോർമുല മിൽക്ക് കൂടി നമുക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴും ഈ പാൽ കുപ്പിയിൽ കൊടുക്കാൻ പാടില്ല, അതിങ്ങനെ വേറൊരു സംഭവത്തിൽ എടുത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ NIC-യിലായിരുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ എൻ്റെ കയ്യിൽ കൊണ്ട് തരുള്ളൂ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഹെൽത്ത് വളരെ കുറവായിരുന്നു, കുഞ്ഞിന് വെയിറ്റ് കുറവായതുകൊണ്ട് ആദ്യത്തെ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റിയില്ല. ഒരു ഇഞ്ചക്ഷൻ മാറ്റി വെച്ചിരുന്നു, 2.5 കിലോ എങ്കിലും വെയിറ്റ് ആയാലും അത് എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കുഞ്ഞിന് അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോകുമ്പോഴും വളരെ നല്ല രീതിയിൽ അവനെ കെയർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ഓരോ തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞ് വളരെ വെയിറ്റ് കുറവാണ്. വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് ഒന്നുകിൽ മസിൽ ടൈറ്റ് ആവും, അല്ലെങ്കിൽ മസിൽ ലൂസ് ആവുന്ന കുട്ടികളുണ്ട്. അപ്പോൾ കുഞ്ഞ് ഈ കമിഴ്ന്ന് വീഴുക, 2.5 മാസത്തിൽ കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് വീഴണം. പക്ഷേ ഈ കുഞ്ഞ് ആ സമയത്ത് കമിഴ്ന്ന് വീഴത്തില്ല, കമിഴില്ല. ഇരിക്കാൻ ലേറ്റ് ആവും, നടക്കാൻ വളരെ സ്ലോ ആയിരിക്കും, നടക്കാൻ കുറേ ടൈം എടുക്കും. അതുപോലെ തന്നെ സംസാരത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒബ്സർവേഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ദൈവത്തിൻ്റെ വലിയൊരു കൃപ എന്ന് പറയാം. ഓരോ തവണ ഞാൻ ചെക്കപ്പിന് പോകുമ്പോഴും കൃത്യമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ അവനുണ്ടായി. പെട്ടെന്ന് അവൻ വെയിറ്റ് വെക്കാൻ തുടങ്ങി. അതുപോലെ 2.5 മാസത്തിൽ കമിഴ്ന്ന് വീഴില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞ് കറക്റ്റ് 2.5 മാസത്തിന് മുന്നേ തന്നെ കമിഴ്ന്നു, കൃത്യസമയത്തിന് ഇരുന്നു. നടക്കാൻ വളരെ ലേറ്റ് ആവും എന്ന് പറഞ്ഞ സ്ഥാനത്ത് 10 മാസത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ സ്തോത്രം, 10 മാസത്തിൽ അവൻ ഓടി നടക്കുമായിരുന്നു. പിച്ച വെച്ചിട്ടല്ല, ഓടി നടക്കും. ആ തരത്തിൽ കുഞ്ഞിനെ വളരെ ഒരു മാറ്റം ദൈവം കൊടുത്തു, വലിയൊരു ബലം കുഞ്ഞിന് കൊടുത്തു. ഓരോ തവണ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും ഡോക്ടേഴ്സിന് വലിയൊരു ആശ്ചര്യമാണ്, ഇതെന്ത് ഇത്രയും, ഇതൊരു മിറാക്കിളായിട്ടാണ് അവർ പറയുന്നത്. കാരണം ഈ ഒരു കുഞ്ഞിൻ്റെ വെയിറ്റിലും ലങ്സിനൊക്കെ ഇച്ചിരി വളർച്ച കുറവുണ്ടായിരുന്നു കുഞ്ഞിന്. അതൊക്കെ വളരെ നോർമലായി. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി അവന് വേണ്ടി ഉണ്ടായിരുന്നു. വലിയൊരു പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. അനേകം പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ആ കുഞ്ഞിന് വേണ്ടി ജാഗരിപ്പാനൊക്കെ ദൈവം ഒരുക്കി നിർത്തി. ഞാൻ അപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെ പ്രൗഡായിട്ട് പറയുന്നു, എൻ്റെ ദൈവത്തെ അറിഞ്ഞ് അതിന് വില കൊടുത്ത് പുറത്തിറങ്ങി വരുവാൻ കാണിച്ച ആ ഒരു ധൈര്യത്തെ ദൈവം മാനിച്ചു. എൻ്റെ ദൈവം എന്നെ വിളിച്ചിറക്കിയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നനച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ല. ഒരമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കാതെ നോക്കൂ എന്ന് പറഞ്ഞ ആ വാക്ക് ഇന്ന് വരെ എൻ്റെ കർത്താവ് എൻ്റെ മേൽ അത് വിശ്വസ്തയോടെ എനിക്ക് വേണ്ടി പരിപാലിക്കുന്നു. ദൈവത്തെ അറിഞ്ഞിറങ്ങി തിരിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടവും വന്നിട്ടില്ല. പലരും ഈ ഫാമിലിക്കകത്താകട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലാകട്ടെ എന്നെ കാണുന്ന പലരും ഇതിനൊരു ലൈഫ് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇനി ഒരു ജീവിതം ഉണ്ടാകില്ല, ഒരു തലമുറ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പലരും മാറ്റി നിർത്തിയ സ്ഥാനത്ത്, തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, ആരാലും വേണ്ടാന്ന് തീരുമാനിച്ച സ്ഥാനത്ത്, ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത്, മെഡിക്കൽ ഒരു റിസൾട്ട് വന്നത് എനിക്കൊരു കുഞ്ഞുണ്ടാവില്ല, ഈ കുഞ്ഞ് ഭൂമിയിൽ വരില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു തലമുറയെ ദൈവം തന്നു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ കുഞ്ഞ് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്, പക്ഷേ സംസാരിക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2 വയസ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ ദൈവവചനം പറയുവാനും പാട്ട് പാടാനൊക്കെ വലിയ താല്പര്യമുള്ള ഒരു കുഞ്ഞിനെയാണ്. അങ്ങനെ ഒരു ലെവലിലാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എൻ്റെ മോന് 3.5 വയസ്സായി. ദൈവകൃപയാൽ ഒരു ഹെൽത്ത് ഇഷ്യൂസും തന്നെ ഇല്ല. ഞങ്ങൾ സന്തോഷത്തോടെ ദൈവവേളയിലായിരിക്കുന്നു. ഞങ്ങളോടൊപ്പം പാടാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം പറയുവാനൊക്കെ എൻ്റെ കുഞ്ഞിന് വളരെ സന്തോഷവും ആഗ്രഹവും ഒക്കെ ഉള്ളൊരു കുഞ്ഞാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ മിനിസ്ട്രിക്കൊക്കെ എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുട്ടിയെ കൊണ്ട് നീ എങ്ങനെ മിനിസ്ട്രിക്ക് പോകും, നിന്റെ മിനിസ്ട്രി ഇതുവരെ തീർന്നു പോയല്ലോ, ഇനി നിനക്ക് മിനിസ്ട്രി ഇല്ലല്ലോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ദൈവം എന്നെ ഞങ്ങളുടെ കുടുംബമായി പലയിടങ്ങളിൽ മിനിസ്ട്രിക്ക് വേണ്ടി പോകുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. പല സ്ഥലങ്ങളിൽ ചെന്ന് ദൈവവചനം പറയുവാനും ദൈവത്തെക്കുറിച്ച് പറയുവാനും ദൈവത്തെ പരിചയപ്പെടുത്തുവാനൊക്കെയുള്ളൊരു ഭാഗ്യം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. ഞാൻ വിവാഹത്തിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, പ്രകാശ് പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേർന്ന് 26 വ്യക്തികൾ, 26 സഹോദരങ്ങൾ ചേർന്ന് രൂപീകരിച്ചൊരു ടീം വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ മൊബൈലിൽ കൂടി എറ്റേണൽ ലൈഫ് യൂത്ത് മിനിസ്ട്രി എന്നാണ് ആ ഒരു മിനിസ്ട്രിയുടെ പേര്. അതോടൊപ്പം ചേർന്ന് തന്നെ അവർക്ക് വേണ്ടി എഡിറ്റിംഗ് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുവാൻ ദൈവം എനിക്കൊരു വലിയൊരു ഭാഗ്യം തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ആ മിനിസ്ട്രിയോടൊപ്പം ചേർന്ന് വളരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത്, ഒരു അർഹതയും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിപ്പാനൊക്കെ ദൈവം ഭാഗ്യം തന്നു. ഞങ്ങൾ ഈ ടീമോടൊപ്പം ചേർന്ന് തന്നെ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷത്തിൽ
ഒരു കൺവെൻഷനൊക്കെ ക്രമീകരിക്കാനൊക്കെ ദൈവം ഭാഗ്യം തന്നു. അതിനോടൊപ്പം ചേർന്ന് നിന്ന് ദൈവവചനത്തെ കൂടുതൽ ദൈവത്തെക്കുറിച്ച് അറിയുവാനും കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് അടുത്ത് ചെല്ലുവാനൊക്കെ ദൈവം കുറേ അധികം ഭാഗ്യങ്ങൾ തന്നു. അതൊക്കെ എത്ര തന്നെ പറഞ്ഞാലും മതിയാകില്ല. ഞങ്ങൾ ഇപ്പോൾ കോവളത്തായിരിക്കുമ്പോഴും ഞങ്ങൾ ഓരോ ദിവസം കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞങ്ങൾ മിനിസ്ട്രിയിലാണ്, ഞങ്ങൾക്കെടുത്ത് വേറെ വരുമാനമില്ല. അപ്പോൾ എല്ലാവരും ചിന്തിക്കും, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ, കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ മുന്നോട്ടുള്ള ജീവിതങ്ങൾ, കുഞ്ഞിൻ്റെ പഠനമൊക്കെ വളരെ പ്രയാസത്തിലായിരിക്കില്ലേ. അപ്പോൾ ഈ ഒരു മിനിസ്ട്രിയിൽ നിന്നൊക്കെ മാറി, അതായത് ദൈവവേലയിൽ നിൽക്കാതെ മറ്റെന്തെങ്കിലും ശുശ്രൂഷയിലൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തൂടെ, വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ, അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൂടെ, ഇതിൽ നിന്ന് പൂർണ്ണമായി മാറണം എന്നുള്ളത് തന്നെയാണ് പലരുടെയും ആഗ്രഹം. പക്ഷേ എൻ്റെ ദൈവം എന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കില്ല. ഞങ്ങൾ കുടുംബത്തോടെ ദൈവവേലയിൽ മറ്റൊന്നുമില്ലെങ്കിലും, ഈ ലോകത്തിൽ മറ്റൊന്നുമില്ലെങ്കിലും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ മാത്രം ഉണ്ടായാൽ മതി. ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ തക്ക സമയത്ത് ദൈവം ഒരുക്കി തരുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ പല ദിവസങ്ങളിലും വാടക കൊടുക്കാനൊക്കെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഇതുവരെയും ദൈവം ആരുടെ മുന്നിൽ കൈ നീട്ടുവാനോ ലജ്ജിച്ചു പോകാനോ ഇടയാക്കിയിട്ടില്ല. അതിലുപരി ദൈവവേലയിൽ കുറച്ച് കൂടുതൽ ആഴത്തിൽ ഇറങ്ങാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. ഞങ്ങൾ പലയിടത്തും സുവിശേഷ വേലയായിട്ട് പരസ്യയോഗമായിട്ടും ചെയ്യാനും അതുപോലെ ചർച്ച് മിനിസ്ട്രി ഒക്കെ ചെയ്യാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. നടക്കാൻ കഴിയാത്ത നീ എങ്ങനെ പോയി സുവിശേഷീകരിക്കുമെന്ന് ചോദിച്ചവരുടെ മുന്നേ ഒരു വീൽ ചെയറിൻ്റെ സഹായത്തോടെ, അതല്ലെങ്കിൽ വീൽ ചെയർ ഇല്ലെങ്കിൽ കൂടിയും കാലുകൊണ്ട് സാധാരണ രീതിയിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന രീതിയിലാണെങ്കിൽ പോലും ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഭയമോ എനിക്ക് തോന്നിയിട്ടില്ല. പല സ്ഥലങ്ങളിൽ ചെന്ന് ശുശ്രൂഷിക്കാനൊക്കെ ദൈവം ഭാഗ്യം തന്നു. എൻ്റെ ഭർത്താവ്, ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞില്ല, അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ദൈവം കൊണ്ട് തന്നത് തന്നെ ഒരു വലിയൊരു ദൈവ പദ്ധതിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് പ്രാർത്ഥിപ്പാൻ ഒരു നിയോഗം ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് പിന്നീട് അദ്ദേഹം പറയാനിടയായി. എന്നെ ആദ്യം കാണുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു, എൻ്റെ ഭാവിക്ക് വേണ്ടി, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി. ഈ സ്കൂളിലൊക്കെ ഞാൻ പോകുന്നത് ഈ ഗേറ്റിൻ്റെ ഭാഗത്ത് ഓട്ടോറിക്ഷ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മണ്ണിൽ കൂടി ഇഴഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന കാഴ്ച വളരെ വേദനയായിരുന്നു അദ്ദേഹത്തിന്, അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എൻ്റെ ശാരീരിക അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിപ്പാനും അതുപോലെ എനിക്കൊരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അനേകം ദിവസങ്ങൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു മനുഷ്യരാണ്. ദൈവം വലിയൊരു ഭാഗ്യം അദ്ദേഹത്തിൽ നിന്ന് തന്നെ സുവിശേഷം കേൾക്കാനും അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ സ്നാനപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായി ആ ശുശ്രൂഷയിലൊക്കെ പങ്കുചേരാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം എന്നെ ഒരുക്കി കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ ദൈവം എന്നെ തിരഞ്ഞെടുത്തത് വലിയൊരു മഹത്വത്തിലേക്കാണ്. മറ്റാർക്കും തരാൻ കഴിയാത്തൊരു സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തന്നു. അദ്ദേഹം +2 കഴിഞ്ഞ് പഠനം കഴിഞ്ഞപ്പോഴേക്ക് ബൈബിൾ കോളേജിൽ ചേർന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബൈബിൾ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഡയറക്റ്റായിട്ട് മിനിസ്ട്രിയിലോട്ട് ഇറങ്ങിയൊരു വ്യക്തിയാണ്. 8-10 വർഷത്തോളം നോർത്ത് ഇന്ത്യയിൽ വേലയിലായിരുന്നു. പല കുട്ടികളെയും ദൈവവചനം പഠിപ്പിക്കാനും അതുപോലെ തന്നെ ദൈവവചനമായി പലരുടെ മുന്നിൽ കടന്നു ചെല്ലുവാനൊക്കെ ദൈവം ഭാഗ്യം നൽകി. ആ സമയത്ത് എൻ്റെ വീട്ടിൽ, അപ്പോൾ എൻ്റെ ഞാനും ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഒരു വൈകല്യമുള്ള എന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനൊരു പ്രേരണ ഹൃദയത്തിലുണ്ടായെന്ന് ഞാൻ പലപ്പോഴും ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്. അദ്ദേഹം വിവാഹത്തിന് മുന്നേ ഒരു 8 വർഷങ്ങൾക്ക് മുമ്പും അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ 300ഓളം വരുന്ന ശാരീരിക വെല്ലുവിളികളുള്ള കുട്ടികളെ പഠിപ്പിച്ചൊരു വ്യക്തിയാണ്, ദൈവവചനം പഠിപ്പിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ പലതവണയും കുട്ടികൾ ഇങ്ങനെ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികളാണ്. അപ്പോൾ പലതവണ പറഞ്ഞു കൊടുക്കുന്ന വചനമാകട്ടെ, പലതവണ പാടിക്കൊടുക്കുന്ന പാട്ടാകട്ടെ, നോൺ സ്റ്റോപ്പ് ഇങ്ങനെ പാടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ക്ഷമയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. നല്ലതുപോലെ ദൈവവചനം പല കുട്ടികളുടെ ഹൃദയത്തിൽ കൊടുക്കാനൊക്കെ ദൈവം അദ്ദേഹത്തിനൊരു ഭാഗ്യം നൽകി. ഞങ്ങളിപ്പോഴും നോർത്ത് ഇന്ത്യയുടെ, ഞാനിതുവരെ പോയിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിപ്പാനും അതിനുവേണ്ടി അവിടെ കുറേ മിനിസ്ട്രീസൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അതോടൊപ്പം ചേർന്ന് പ്രാർത്ഥിപ്പാനൊക്കെ ഈ എളിയവൾക്കും ദൈവം ഭാഗ്യം നൽകി. ഞങ്ങളുടെ കുഞ്ഞും അതേ ഒരു രീതിയിൽ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ജീവിക്കണമെന്നും അല്ലെങ്കിൽ തുടർന്ന് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതെ ജീവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ തുടർന്ന് ജീവിതത്തിൻ്റെ അവസാനം വരെയും ദൈവത്തെ ചാരി ജീവിക്കുന്ന ഒരു കൃപ ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ചർച്ച ചെയ്യുന്നില്ല, ഞങ്ങളൊരു ചർച്ച് അസിസ്റ്റ് ചെയ്യുന്നു. എങ്കിലും അനേകം പേരെ പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്.
അപ്പോൾ ഞാൻ എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദൈവത്തെ അറിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. എന്നെപ്പോലെ ജീവിതത്തിൽ ഞാൻ മറ്റൊരാൾക്ക് ഭാരമാകുമോ എന്ന് ചിന്തിച്ച് കഴിയുന്ന അനേകം പേരുണ്ട്. വൈകല്യത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഹൃദയത്തിൽ ഒരു ആലോചന തന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ദിവസത്തിലെയും 1 മണിക്കൂർ ഞങ്ങൾ പലർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ കുടുംബമായി മാറ്റിവെക്കാറുണ്ട്. ഞങ്ങളെപ്പോലെ എന്നെപ്പോലെ ഭാരപ്പെടുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കുന്നു. ഞങ്ങൾ അതിനു വേണ്ടി തന്നെ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നമ്മുടെ വിഷയങ്ങൾ എന്തായാലും, നമ്മുടെ പ്രതിസന്ധികൾ എന്തായാലും, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നത് പല സാഹചര്യങ്ങളിൽ കൂടെ, പല അനുഭവങ്ങളിലൂടെയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് ഒരു അനുഭവമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ അത്തരത്തിൽ ഞാൻ അനുഭവിച്ച കുറേ വേദനകൾ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ പല അവസരങ്ങൾ, അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ ഒരിക്കലും ദൈവത്തെ അറിയുകയോ ദൈവത്തിന്റെ മകളായി നിൽക്കുവാനോ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകാം, ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ചിന്തിച്ച് നമ്മൾ തന്നെ നമ്മളെ സ്വയം പഴിച്ച് ജീവിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. പക്ഷെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയട്ടെ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എന്ന് വചനം പറയുന്നു. ഒരു തരിമ്പ് പോലും സംശയമില്ലാതെ ദൈവത്തെ നോക്കിയാൽ മാത്രം മതി. നമ്മുടെ വിഷയത്തിന്റെ കാഠിന്യത്തെ നമ്മൾ മറക്കുക. അതേ കാഠിന്യത്തിൽ, അതേ വേദനയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇനിയും ഭാരപ്പെട്ട് വേദനിച്ചിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വെറുതെ ഒരു അനുഭവം പറഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ വെറുതെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതല്ല. ജീവിതത്തിൽ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് ഉള്ളതിൻ്റെ ജീവിക്കുന്നൊരു തെളിവാണ് ഞാൻ. ഒരിക്കലും ഒന്നും നടക്കില്ല, ഒന്നും ഉണ്ടാകില്ല, ആരും ഉണ്ടാകില്ല, ഒരു തലമുറ ഉണ്ടാകില്ല. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ വിവാഹത്തെക്കുറിച്ച് എൻ്റെ വീട്ടിൽ പല സംസാരങ്ങൾ വരുമ്പോഴും ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. ആരെങ്കിലും ഒന്ന് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും വന്ന് കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ, ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ഈ വരുന്ന ആൾ ഉപേക്ഷിച്ച് പോയാലും വിഷയമില്ല, നോക്കാൻ ഒരാളുണ്ടാകുമല്ലോ എന്നൊരു ചർച്ച പോലും വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. പക്ഷെ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് അങ്ങനെയല്ല ചിന്തിച്ചത്. ആരാലും ഉപേക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ ആരാലും തള്ളിക്കളയാനല്ല എൻ്റെ ദൈവം എന്നെ വിളിച്ചിറക്കിയവർ വിശ്വസ്തനാണ്. നിങ്ങളുടെ വിഷയം എന്ത് തന്നെ ആകട്ടെ, ഹൃദയത്തിൽ മുറിവേൽക്കുന്ന, ഹൃദയത്തെ കീറി കുറിക്കുന്ന വിഷയങ്ങളാകട്ടെ, ആ വിഷയത്തിന്റെ മധ്യ നമ്മുടെ ദൈവത്തെ വെച്ച് നോക്കൂ. ആ വിഷയങ്ങൾക്കൊക്കെ മേലാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ച നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മരണത്തെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും. മറ്റാരും തരാത്തൊരു സമാധാനവും സന്തോഷവും നമുക്ക് തരാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ ഫാമിലി, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ഇതിനൊക്കെയും വലിയൊരു സ്ഥാനം ദൈവത്തിന് കൊടുത്തു നോക്കിയാൽ തീർച്ചയായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വലിയവ തന്നെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. അതിൻ്റെ ജീവിക്കുന്നൊരു സാക്ഷിയാണ് ഞാൻ. ഈ ഒരു എളിയ സാക്ഷ്യം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, ഈ സാക്ഷ്യം കേൾക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം പേരോട് സുവിശേഷം പറയുവാനും ദൈവവേലയിൽ തന്നെ നിൽക്കുവാനും മരണം വരെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് വിശ്വസ്തതയുള്ളവരായി തന്നെ മുന്നോട്ട് പോകുവാനൊക്കെയുള്ള ഒരു ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തരട്ടെ. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വലിയൊരു മാറ്റം ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അത് ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിച്ചാൽ ആരും തന്നെ ഇന്നുവരെയും ലജ്ജിച്ചു പോയിട്ടില്ല. അടിയുറച്ച് വിശ്വസിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഞങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥന ചോദിക്കുന്നു. ഏറെ സാക്ഷ്യം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെയധികമായി ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തോട് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാനൊക്കെ അങ്ങ് അവസരം ഒരുക്കിയല്ലോ, അതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായ പ്രശ്ന കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യത്തിൽ എന്ത് തന്നെ വേദനകൾ ഉണ്ടെങ്കിലും കർത്താവെ, എന്ത് തന്നെ ബാധ്യതകളോ എന്ത് തന്നെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെയും ദൈവമേ അങ്ങ് ശ്രദ്ധ വെച്ച് കണ്ട് അവർക്ക് തക്ക സമയത്ത് ദൈവഹിതപ്രകാരം മറുപടി നൽകണമെന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. ദൈവമേ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് തന്നെത്താൻ ശോധന ചെയ്ത്
ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും ഒരുക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിനെയും ഇത് നടത്തിക്കൊണ്ട് പോകുന്ന കർത്തൃദാസനെയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും മേലാലും വർദ്ധിച്ചു വരുവാനും ദൈവസന്നിധിയിൽ ദൈവവേലയ്ക്ക് വേണ്ടി നിൽപ്പാനും ഒരുക്കണമേ. സകല അനുഗ്രഹങ്ങളും നന്മയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഈ കുടുംബത്തെയും ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ സൂക്ഷിക്കണമെന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആമേൻ. 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 പ്രിയ അസീന സിസ്റ്ററിൻ്റെ ജീവിതത്തെ മാറ്റിയ ജീവിതാനുഭവങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യം അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഒരു വ്യക്തി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു രംഗമാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ തൻ്റെ ജനനം എന്ന് പറയുന്നത്. ഒരു ജീവിതം ആരംഭിക്കുന്ന ആരംഭത്തിങ്കൽ തന്നെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ മുന്നോട്ടുള്ള ഭാവി വളരെ അനിശ്ചിതത്വമായിരിക്കും. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ അവർക്കുണ്ടാകുന്ന തലമുറകളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അവർക്ക് ഉണ്ട്. എന്നാൽ ജനിക്കുന്ന കുഞ്ഞ് അപ്രതീക്ഷിതമായി മറ്റൊരു തലത്തിലേക്ക് മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വ്യഥ വളരെ വലുതാണ്. പ്രിയ അസീന സിസ്റ്റർ ആ ബാല്യത്തിൽ തന്നെ പോളിയോ രോഗത്താൽ ശരീരം മുഴുവനും തളർന്ന് നടക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ മുട്ടുകാലിൽ ഒരു കുഞ്ഞ് ഇഴയിഞ്ഞ് നടക്കുന്നത് പോലെ ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. മാതാപിതാക്കന്മാർക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി ആ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് അതൊരിക്കലും അംഗീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വേദനാജനകമായ അനുഭവമാണ്. എന്നാൽ അമ്മയേക്കാൾ അപ്പനേക്കാൾ ഈ ഭൂമിയിൽ ഒരാൾ ജനിക്കുമ്പോൾ ആ വ്യക്തിയുടെ കാര്യത്തെക്കുറിച്ച് മുഴുവൻ ചിന്തയും മുഴുവൻ ഉത്തരവാദിത്വവും ആ വ്യക്തിയുടെ ഭാവിയും നിർണയിക്കുന്ന ഒരുവനാണ് സ്വർഗത്തിലെ ദൈവം. ഈ ഭൂമിയിൽ ആര് എവിടെ ജനിക്കണമെന്നും എങ്ങനെ ജനിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെയായിത്തീരണമെന്നും പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ തന്നെ ആ വ്യക്തിയെക്കുറിച്ച് എല്ലാ ഭാവി കാര്യപരിപാടികളും സംവിധാനം ചെയ്തതിന് ശേഷമാണ് ഒരു വ്യക്തിയെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസി അസീന തൻ്റെ ജീവിതാനുഭവം, ബാല്യം മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പറഞ്ഞു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ജനിച്ചു വളർത്തപ്പെട്ട വിശ്വാസത്തിൽ അനേക പ്രാവശ്യം ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, പടച്ചോനെ എന്നെ രക്ഷിക്കണമേ എന്ന്. പക്ഷേ ഒരു പ്രാർത്ഥനകളും അന്വർത്ഥമാകാതെ ഇരുന്നപ്പോൾ, എല്ലാ പ്രതീക്ഷകളും നഷ്ടമായപ്പോൾ ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷ കടന്നു വന്നു. ഒരു പ്രത്യാശ, ഒരു ശുഭഭാവി ദൈവം അയച്ച ചില നിമിഷങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. കൂടെ പഠിച്ച സഹപാഠി കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനും യേശു ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. കർത്താവ് രക്ഷകനായി, ദൈവമായി ജീവിതത്തിലുടനീളം കൂടെ നടക്കുന്ന ഒരു വ്യക്തിത്വമായി കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിൽ മാറ്റപ്പെട്ടപ്പോൾ പിന്നെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൈവിടാതെ കൂടെയിരിക്കുന്ന യേശുവിൻ്റെ കരുതലിനെ കുറിച്ച് പറഞ്ഞു. പ്രിയ അസീന സിസ്റ്ററിൻ്റെ ജീവിതത്തെ ദൈവം മാറ്റിയപ്പോൾ അത് ലോകത്തിൻ്റെ മുൻപാകെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുൻപാകെ ഒരു അത്ഭുത വിഷയമായി മാറി. വിവാഹം കഴിഞ്ഞു, കുടുംബജീവിതമായി,
ഒരു തലമുറ ജനിക്കുന്ന സാഹചര്യം വന്നപ്പോൾ നമ്മെ ചികിത്സിക്കേണ്ടുന്നവർ, നമ്മെ സഹായിക്കേണ്ടുന്നവർ, ഡോക്ടർമാർ, വൈദ്യശാസ്ത്രം പറയുകയാണ്, ഇങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയില്ല, ഇങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ആ സാഹചര്യം, അത് എത്രയോ വേദനാജനകമായ അനുഭവമാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരു രോഗിയെ രോഗിയായി കാണുവാൻ ഒരു ഡോക്ടറിന് കഴിയുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടുന്ന പരിചരണം, സംരക്ഷണം, കെയർ കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് വൈദ്യശാസ്ത്രം, എന്ത് ചികിത്സാ സംവിധാനം? രോഗിക്ക് വേർതിരിവുണ്ടോ? ഒരു ഡോക്ടർ ഒരു രോഗിയെ ആ രോഗത്തിൻ്റെതായ ഗൗരവം പരിഗണിച്ച് ആ വ്യക്തിക്ക് കൊടുക്കേണ്ടുന്ന പരിഗണന കൊടുക്കാതെ ഇരിക്കുന്ന ഒരു വൈദ്യശാസ്ത്രം, എന്ത് വൈദ്യശാസ്ത്രം? എന്നാൽ അവിടെയും പ്രിയ സിസ്റ്ററിന് ഒരു പ്രത്യേക പരിഗണന സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നു. മനുഷ്യൻ തള്ളി നമ്മെ ഒഴിവാക്കുന്നു, വൈദ്യശാസ്ത്രം നമ്മെ മാറ്റി നിർത്തുന്നു, ചികിത്സാ സംവിധാനങ്ങളും വൈദ്യശാസ്ത്രവും മരുന്നും ഡോക്ടർമാരും എല്ലാവരും നമ്മളെ ഒഴിവാക്കി നിർത്തുന്നു. നമ്മുടെ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച പ്രിയപ്പെട്ടവർ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, മാറ്റി നിർത്താത്ത, ചേർത്ത് പിടിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, കൂടെയിരിക്കുന്ന, കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം പ്രിയ അസീന സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഇന്നും കൂടെയിരിക്കുന്ന ആ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം ദാനമായി തന്ന കുടുംബജീവിതം, കുഞ്ഞ്, നിങ്ങളുടെ കുടുംബജീവിതം, എല്ലാം ശുശ്രൂഷ മണ്ഡലങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിനെ ഇങ്ങനെ വീഡിയോയിലൂടെ കാണുമ്പോൾ മനസ്സിലാകത്തില്ല സിസ്റ്ററിൻ്റെ ആ വൈകല്യം. എന്നാൽ സിസ്റ്റർ പറഞ്ഞ ആ വാക്കുകൾ എഴുന്നേറ്റ് നിൽക്കുവാനോ നടക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുന്ന ഒരനുഭവത്തിലൂടെ ഒരു കുടുംബജീവിതം, ഒരു കുഞ്ഞിനെ വളർത്തുക, ശുശ്രൂഷാമുഖത്തായിരിക്കുക, വളരെയേറെ വിഷമം ഉളവാക്കുന്ന വിഷയങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ്, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം സിസ്റ്ററിൻ്റെയും സൗഖ്യം തരട്ടെ, ബലപ്പെടുത്തട്ടെ. പുറമേ നോക്കുമ്പോൾ മാത്രമാണ് ആ ബലഹീനതയുള്ളത്. പക്ഷേ കർത്താവ് പുറമേ അല്ല കാണുന്നത്, അവൻ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു, നമ്മുടെ ഉള്ളങ്ങളെ ഉന്നതനായ ദൈവം അറിയുന്നു. ഉള്ള അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പുറമേ നോക്കുമ്പോൾ നമുക്ക് പല പരിമിതികളും കാണുമായിരിക്കാം, പക്ഷേ നമ്മുടെ ആ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു പരിമിതിയുമില്ല, ഒരു ബലഹീനതയുമില്ല. റേസസിനെ കർത്താവ് ആ ഒരു നിലയിൽ നിർത്തിയിരിക്കുന്നു. അല്പകാലത്തേക്ക്, താൽക്കാലികമായി മാത്രമാണ് നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുന്നത്. എന്നാൽ ഈ ശരീരം നാം വിട്ട് ആമേൻ ഒരു സ്വർഗീയ ശരീരം സ്വീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങാം. പ്രിയ കർത്താവിൻ്റെ ദാസിയെ ദൈവം അതിനായി പ്രത്യാശയോടെ മുന്നോട്ട് ജീവിക്കുവാൻ, ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ, അനേകരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അരോമ ടി വിയുടെ പ്രേക്ഷകരിൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ സാക്ഷ്യം കേൾക്കുന്നവരിൽ പലരും പറയുന്നത്, എനിക്ക് മുട്ടുവേദനയാ, കാലുവേദനയാ, കൈവേദനയാ, തലവേദനയാ, നടുവേദനയാ, വയറുവേദനയാ, 100 പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. പക്ഷേ ഈ സഹോദരിയുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വേദന, നിങ്ങളുടെ മുട്ടുവേദന, നിങ്ങളുടെ കാലുവേദന, കൈവേദന ഒന്നും അല്ല എന്ന് നമുക്ക് ബോധ്യം വരും. ഈ സഹോദരി വിട്ടുവന്ന ആ പശ്ചാത്തലം, ഇപ്പോൾ പിന്തുടരുന്ന ആ സാഹചര്യം, തൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. പ്രേക്ഷകരെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുമെങ്കിൽ നിശ്ചയമായിട്ടും അതിലുപരി മറ്റൊന്നില്ല. അതാണ് നമ്മെ മുന്നോട്ട് ജീവിക്കുവാൻ സഹായിക്കുന്ന ആ ഒരു ഊർജം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വചനവും
കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ളതായ രക്ഷയും വീണ്ടെടുപ്പും നാം സ്വയാത്തമാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ആകമാനമായി സമൂലമായി മാറ്റം വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ആ ആഴമേറിയ സത്യങ്ങൾ അറിയുവാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുവാൻ നാം തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും ഈ നിത്യ സൗഭാഗ്യത്തിൻ്റെ ആ സന്തോഷം നമുക്കേവർക്കും അനുഭവിപ്പാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു പ്രചോദനവും അനുഗ്രഹവുമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാക്ഷ്യം കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.